എല്ലാവർക്കും ജോൺസ്റ്റിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ബെറ്റ 5080 എന്ന മൈക്രോഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഷോർട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് പരിശോധിക്കാൻ പോകുന്നത് ഈ മൈക്കിനെ കുറിച്ച്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പെട്ടി നമുക്ക് മുകളിലായി പെട്ടി നമുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു മൈക്ക് അടങ്ങുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഇതിൻ്റെ കൂടെ വരുന്നത് കേബിളാണ്. നമ്മൾ ഓൾറെഡി അൺബോക്സിങ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല നീറ്റായിട്ടായിരുന്നു കേബിളൊക്കെ വന്നിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി അൺബോക്സിങ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. പിന്നീട് വരുന്നത് ഇതിൻ്റെ കൂടെ വരുന്നത് മൈക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതും വന്നിരിക്കുന്നത്. പിന്നീട് അതിനുള്ളിൽ വരുന്നത് യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ യൂസ് ചെയ്യാം, മൈക്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ നമ്മളിത് പൊതുവേ നോക്കാറില്ല, അത് അവിടെ തന്നെ വയ്ക്കാം. ഇനി നമുക്ക് മൈക്കൊന്ന് എടുത്ത് നമുക്ക് ആ മൈക്കിൻ്റെ ബാഗ് എടുത്തിട്ടൊന്ന് നോക്കാം എങ്ങനെയാണ് മൈക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ ആ ബാഗിൻ്റെ സിബ് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കവറൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ബെറ്റ 5080 എന്ന് പറയുന്ന മൈക്രോഫോൺ. അത്യാവശ്യം എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്തിരി കുഞ്ഞനാണ് ആൾ, കാണാൻ ചെറുതാണ്, പക്ഷേ വർക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാനുണ്ട്. ഇത് ബെറ്റ 58ൻ്റെ ഒറിജിനൽ മോഡലാണെന്ന് ചോദിച്ചാൽ അല്ല. ഇത് ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് ഒരു 500 റുപ്പീസിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് മൈക്രോഫോണാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ കമൻറ്റ് വന്നിരുന്നു ഇത് ഒറിജിനൽ അല്ല, ചാത്തനാണെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഓഡിയോ ടെസ്റ്റും കൂടി നടത്തി നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മൈക്കിൽ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നേരെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്തത് ഈ ആംപ്ലിഫയറിലാണ്. ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതിൽ നമ്മൾ മൈക്കിൻ്റെ എക്കോ ഒക്കെ അടങ്ങുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ LA4440ൻ്റെ IC ബോർഡാണ് വരുന്നത്. ഈ കാണുന്ന ബോക്സാണ് നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ 40 വാട്ട്സാണ് ഒരു സ്പീക്കർ എന്ന് പറയുന്നത്, വൂഫറാണ്. പിന്നെ മേലെ നമ്മൾ 2 വൂഫർ ഉണ്ട്. ഇത് 4 ചാനൽ ആംപ്ലിഫയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ബോർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മാസ്റ്റർ വോളിയം. ഇത് ബാസ്, ഇത് ട്രെബിള്, ഇത് ബാലൻസ് എന്ന് പറയുമ്പോൾ സ്പീക്കർ തമ്മിലുള്ള ബാലൻസ്. പിന്നെ അതുപോലെ തന്നെ ഇത് മൈക്കിൻ്റെതാണ്. ഈ കാണുന്ന 3 മൈക്കിൻ്റെതാണ്. ഇത് മൈക്കിൻ്റെ വോളിയം, ഇത് മൈക്കിൻ്റെ എക്കോ. അപ്പോൾ 2 മൈക്ക് നമുക്ക് ഈ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൈക്ക് നമ്മളെ ഈ ബെറ്റ 58 അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ബെറ്റ 58 എന്ന മൈക്കിൻ്റെ കൂടെ കിട്ടിയ കേബിളിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പാടാൻ പറ്റും. ആംപ്ലിഫയർ അവിടെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത്ത് വരുന്നുണ്ട് ഈ വയർ. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഒരു പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ മൈക്ക് വെച്ച് പാടുന്നത് ഞാനിതുവരെ എവിടെയും പാടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയൊരു പാട്ട്, നമ്മൾ ഓഡിയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു പാട്ട് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ മാസ്റ്റർ വോളിയം നമ്മൾ സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് ഒരു 3/4 ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൈക്കിൻ്റെ വോളിയം നമ്മൾ ഒരു പകുതി ഭാഗം വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പാട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞു, അത് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്കോ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ഹലോ 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 അത്യാവശ്യം ചെറിയ രീതിയിൽ പാട്ട് പാടാനും മറ്റും ഇത് യൂസ് ചെയ്യാം. ചെറിയൊരു വീട്ടിലൊക്കെ നടക്കുന്ന കുഞ്ഞു പാർട്ടിക്കൊക്കെ ഈ ഒരു സെറ്റപ്പ് നടക്കും. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മൈക്കാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു മൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ മൈക്കിൻ്റെ വോളിയം നമ്മൾ പകുതി വെച്ചിട്ടുള്ളൂ, എക്കോ ഒരു ഇത്തിരി വെച്ചിട്ടുള്ളൂ. ബാക്കി ബാസ് ആണെങ്കിൽ 3/4 ഭാഗം, ട്രെബിൾ ഫുള്ളാണ്. മാസ്റ്റർ നമ്മൾ പകുതി വെച്ചിട്ടില്ല. ഓക്കെ, കരോക്കെ ഇല്ലാതെയാണ് ഇപ്പോൾ ഞാൻ പാട്ട് പാടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എവിടെയും പാടിയിട്ടൊന്നുമില്ല. അപ്പോൾ കരോക്കെ വെച്ച് പാടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ കരോക്കേൻ്റെ വോളിയം നമ്മൾ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം ആംപ്ലിഫയറിലും. നീ അറിയാതെ പോകുന്നു എന്നും
അമ്പരം അകലാതെ അകലുന്ന സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നമ്പരം അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനി അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനി ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ വിശ്വം കാക്കുന്ന നാഥ വിശ്വനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം. ഓക്കെ, നിങ്ങൾ മൈക്കിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി, പാട്ടിൻ്റെ ഈണവും താളവും നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാടിയതാണ്. ഞാൻ ഇതുവരെ എവിടെയും മൈക്കിൽ എൻ്റെ സൗണ്ട് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല പാട്ട് പാടിയിട്ട്. അപ്പോൾ മൈക്ക് നമ്മൾ ചെറിയ ആവശ്യത്തിനൊക്കെ, ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവശ്യത്തിനൊക്കെ ഈ സെറ്റപ്പ് പറ്റിയിട്ടു. ഇങ്ങനൊരു ആംപ്ലിഫയറും അതേപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ 2 ബോക്സും വൂഫർ അതേപോലെ തന്നെ ഈ മൈക്കുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബെറ്റ 58ൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞാൻ എന്നും പറയുന്ന പോലെ ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.